കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് ചണ്ഡീഗഡിൽ. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ഒപ്പം തന്നെ നിത്യാനന്ദ റായ്, അർജുൻ മുണ്ട എന്നിവർ, ഒപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, കർഷക നേതാക്കൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷ കർഷകർക്കുണ്ട്. എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തെന്നത്, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഇവിടെ അതേസമയം തന്നെ ശംഭു അതിർത്തിയിൽ, പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷഭരിതമാണ് കാര്യങ്ങൾ. നമുക്ക് കാണാം, കർഷകർ നിരവധി പേർ ഹരിയാനയുടെ അതിർത്തി ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 1.5 മണിക്കൂർ നേരമായി ഇവിടെ രൂക്ഷമായ സംഘർഷമുണ്ട്. ഹരിയാനയുടെ ഭാഗത്ത് നിന്ന് പോലീസ്, കേന്ദ്രസേന എന്നിവർ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടിക്കുന്നു. കർഷകർ തന്നെ പറയുന്ന കാര്യം, പലതവണ ഇവിടേക്ക് റബ്ബർ ബുള്ളറ്റിന് ഉൾപ്പെടെ പ്രയോഗിച്ചു എന്നുള്ളതാണ്. നമുക്ക് കർഷകരോട് കൂടി സംസാരിക്കാം. हम ये कुछ नहीं चाहते थे, हम तो सिर्फ शांति से आए थे, यहाँ अपना शांति से हक मांगने आए थे। हमको रास्ता दो या हमारी मांगे मानो, पर ये कुछ हमने कभी देखा नहीं था। पहले भी 2021 में भी इतना बड़ा नहीं था, 2020 में जब स्टार्ट हुआ था तभी इतना बड़ा नहीं था। इस बार तो हद ही कर दी गवर्नमेंट ने. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചർച്ച തുടരുമ്പോഴും ഇവിടെ അതിർത്തിയിൽ സംഘർഷ സാഹചര്യം തുടരുകയാണ്. നാളെ രാജ്യവ്യാപകമായി ഭാരത് ബന്ദിന് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലാണ് ബന്ദ്. കേരളത്തിലത് പ്രതിഷേധ പ്രകടനം മാത്രമായിട്ട് ചുരുങ്ങുമെങ്കിൽ കൂടി ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന, ഇവിടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഗ്രാമീണ ബന്ദ് പൂർണ്ണമായിരിക്കുമെന്ന് കർഷക സംഘടനകൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പല കർഷക സംഘടനകളും നാളെ പലതരത്തിലുള്ള സമര പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം എന്ത് എന്നത് രണ്ടാം കർഷക പ്രക്ഷോഭത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർച്ചയായ പ്രതിഷേധം കർഷകരുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. അതേപോലുള്ള തുടർച്ചയായ ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആക്രമണം എന്ന രീതിയിൽ ഹരിയാന പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇവിടെ ശംഭു അതിർത്തിയിൽ കാണാൻ കഴിയുന്നതാണ് ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാര്യം. ശംഭു അതിർത്തിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.